നമസ്കാരം, കേരള ന്യൂസ് മീഡിയയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് വരിഞ്ഞം കല്ലുവാതിക്കൽ ഓം ബ്രഹ്മക്ഷേത്ര ട്രസ്റ്റിൻ്റെ അയ്യപ്പ ക്ഷേത്രത്തിലാണ്. 18 പടികളോടുകൂടി ശരിക്കും ശബരിമല ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ക്ഷേത്രമാണിത്. ഇതിന് തൊട്ട് മുന്നിൽ തന്നെ നമുക്ക് അയ്യപ്പ ഭഗവാന്റെ ജന്മ ഉദ്ദേശമായ മഹിഷാസുര മർദ്ദനം ഇവർ ചെയ്തു വച്ചിട്ടുണ്ട്. വളരെ ധ്യാനാത്മകമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. വിദേശത്തു നിന്നും കേരളത്തിന് പുറത്തു നിന്നും പല സംസ്ഥാനങ്ങളിൽ നിന്നും ഉയർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സിനിമ, ബിസിനസ്, രാഷ്ട്രീയം തുടങ്ങിയ മേഖലകളിൽ നിന്നും പലരും വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ക്ഷേത്രമാണിത്. വരിഞ്ഞം കല്ലുവാതിക്കൽ ക്ഷേത്രം കൊല്ലം ജില്ലയിലാണ്. നമസ്കാരം. ശനിയാഴ്ചയും 10:30 ശിവേലിയുണ്ട്. ആ ശിവേലി സമയത്ത് കൃത്യമായിട്ട് 1 തൊട്ട് 4, 3 ഇങ്ങനെ കൃഷ്ണ പരുന്തിൻ്റെ വട്ടമായിട്ട് കറങ്ങും. ഉത്സവത്തിന് തന്നെ കൊടിയേറപ്പോഴും 3 പരുന്ത് ഇങ്ങനെ കൃത്യമായിട്ട് എൻ്റെ മുകളിൽ കറങ്ങിക്കൊണ്ടേ നിൽക്കും. ഇതിപ്പം തുടങ്ങിയിട്ട് 21 വർഷം ഈ ക്ഷേത്രത്തിന് പുതുക്കിയിട്ട് അതിന് ശേഷമാണ് വരുന്നത്. അതിനുമുമ്പ് അതില്ലായിരുന്നു. ഞാൻ 18ാമത്തെ വർഷം ഇവിടെ തന്നെ മാരജ്യോതി കാണിച്ച് ഈ വർഷവും പടിപൂതി കഴിഞ്ഞ ശേഷം 3 പ്രാവശ്യം ഇവിടെ മാരജ്യോതി വന്നിരുന്നവരെല്ലാം കണ്ട് ഭഗവാന്റെ ചൈതന്യത്തിന് മാത്രം നടക്കുന്ന ക്ഷേത്രമാണ്. ജാതി മതങ്ങളൊന്നുമില്ല, വലിപ്പ ചെറുപ്പമില്ല, പണക്കൊഴുപ്പില്ല, മറ്റേ നടന്ന് വരികയില്ല, കൈനീട്ടും ദക്ഷിണയും തട്ടവും ഇല്ല. ഇവിടെ പ്രധാനപ്പെട്ട പൂജകൾ ഏതൊക്കെയാണ്? യജ്ഞമായിട്ടുള്ള നെയ്യവിളക്കല്ല, ശനിദോഷത്തിനുള്ള നീരാഞ്ജനാണ് മെയിനായിട്ട്. അത് ശനിയാഴ്ചയാണ് നടക്കുന്നത്. 10:30 തുടങ്ങും. രാവിലെ 6 മണി തൊട്ട് തുടങ്ങും. 10:30 നീരാഞ്ജനം ഉള്ളത്. സമൂഹ നീരാഞ്ജനം, ശിവേലി എന്ന് പറയും. അപ്പോഴാണ് ഈ പരുന്ത് വരുന്നത്. എല്ലാവരും കാണാം. അന്നദാനത്തിനെ പറ്റി താങ്കൾ പറഞ്ഞു. അന്നദാനം എന്ന് വെച്ചാൽ ഇവിടെ ഉത്സവം എന്ന് പറഞ്ഞാൽ അന്നദാനമാണ്. അത് ഇവിടങ്ങളിൽ നിന്നും പിന്നെ ആരും പാകം ചെയ്യത്തൊന്നുമില്ല. പിന്നെ രാവിലെ കാപ്പി, ഉച്ചയ്ക്ക് ഊണ്, 3:30 അടിയും കുടിയും, രാത്രി കാപ്പി. അതെല്ലാം തമിഴ്നാട്ടുകാരാണ് കാപ്പി കൊടുക്കുന്നതെല്ലാം, കാരക്കുടിയെന്ന് വരുന്നവർ. പ്രഭാഷണങ്ങളെ പറ്റിയിട്ടും പ്രഭാഷണങ്ങൾ ഇവിടെ കുറേയധികം നടക്കുന്നു. പ്രഭാഷണമാണ് മെയിൻ. ഇവിടെ നമ്മൾ കുന്നിക്കോട് ബഷീർ സാർ വരും, നമ്മളെ DGP, പിന്നെ പല ശാസ്ത്രജ്ഞന്മാർ, ഇങ്ങനെ വലിയ വലിയ ആൾക്കാരാണ്. ഏതൊക്കെയാണ് വിഷയങ്ങൾ കൂടുതലും ജൈവിക കാര്യങ്ങളാണ് പറയുന്നത്. എത്രയും നമ്മൾ മെയിനായിട്ട് വരുന്നത് നമ്മൾ എയർപോർട്ടിലുള്ളൊരു ഇടവന് വരുന്നുണ്ട്. അപ്പം പിന്നെ വേരിയേഴ്സിൻ്റെ മാനേര് വിജയഭൂഷ സാറാണ് ഇവരെയൊക്കെ വിളിച്ചുകൊണ്ട് വരുന്നതൊക്കെ. പിന്നെ ഇതിൻ്റെ എല്ലാം മെയിനായിട്ട് സിംഗപ്പൂരിൽ സുധീർ രാഘവൻ എന്ന് പറയുന്നുണ്ട്. അപ്പം പുള്ളി അന്ന് ജെറ്റ് എയർവേഴ്സിൻ്റെ ചീഫ് കൊമേഴ്സായിരുന്നു. പുള്ളി വരാൻ തുടങ്ങിയാണ് പിന്നെ ഈ എയർപോർട്ടിൽ എല്ലാവരും വരാൻ തുടങ്ങിയത്. പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് അതുപോലെയല്ലേ. നമ്മുടെ പ്രഭാര സാറ് ചീഫ് സെക്രട്ടറിക്ക് വന്നിട്ടുണ്ട്, കളക്ടർ മോഹന സാറ്. അവരൊക്കെ കളക്ടർ ആക്കി തന്നെ മോഹന സാറല്ല, പ്രഭാര സാറാണ് അവിടെയുള്ള ആൾ. പുള്ളി ഒരു കേസ് ഉണ്ടായിരുന്നു. ഞാൻ ആ കേസായി തീർത്തു പുള്ളിയാണ്. ഇവിടെ വന്നുകൊണ്ട് ഇവിടെ സംസാരിച്ചാണ്. പിന്നെ ചിദംബരം എന്ന് പറഞ്ഞ ആൾ വരും തമിഴ്നാട്ടിൽ നിന്ന്. പുള്ളി അവരുമായിട്ടെല്ലാം ഭയങ്കര അടുപ്പമാണ്, കേരള ഗവൺമെൻറ്റുമായിട്ടെല്ലാം. പുള്ളി പറഞ്ഞാൽ കൊല്ലത്ത് തന്നെ ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലത്താണ് ഇവിടെ മോഹന സാറിനെ കളക്ടറാക്കുന്നത്. ഉമ്മൻചാണ്ടി സാറിൻ്റെ ആളിനെ മാറ്റിയത്താണ് ഇദ്ദേഹത്തിന് കൊടുക്കുന്നത്. ഉള്ള പിടിപാടിലെല്ലാം